4 മണിക്കൂർ വൈദ്യുതി മുടങ്ങിയതിൽ അന്വേഷണം തുടങ്ങി. സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം. കെഎസ്ഇബിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും പൊതുമരാമത്ത് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ നാളെ ചർച്ച നടത്തുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. ഇന്നലെ വൈകിട്ട് 6:30 മണി മുതൽ രാത്രി 10:30 മണി വരെയാണ് SAT ആശുപത്രി പൂർണ്ണമായും ഇരുട്ടിലായത്. ഇവിടെ PWDയുടെ പൊതുമരാമത്ത് വകുപ്പിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി സംവിധാനത്തിലും തകരാറുണ്ടായി. ട്രാൻസ്ഫോമറുകളിലാണ് 2 ട്രാൻസ്ഫോമറുകൾ തകരാറുണ്ടാവുകയായിരുന്നു. ജനറേറ്ററുകളിലാണ് 2 ദിവസമായി ആശുപത്രിയുടെ പ്രവർത്തനം നടന്നിരുന്നത്. അതിൽ ഒരു സ്റ്റാൻഡ് ബൈ ജനറേറ്റർ കൂടി വൈകിട്ട് 6 കൂടി തകരാറിലായതാണ് പൂർണ്ണമായും ആശുപത്രി ഇരുട്ടിലാക്കിയത്. പിന്നീട് രാത്രി 10 കൂടി ജനറേറ്ററുകളിൽ തന്നെ ആശുപത്രിയിൽ വെളിച്ചം എത്തി. എന്നാൽ ഇന്ന് രാവിലെ 7:30 മണിയോടുകൂടിയാണ് സാധാരണയിലേക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് തകരാറ് പരിഹരിച്ചുകൊണ്ട് നേരിട്ട് ആശുപത്രിയിൽ വൈദ്യുതി എത്തി തുടങ്ങിയത്. ഏതായാലും വലിയ വീഴ്ചയാണ് അധികൃതരുടെ ഭാഗത്തുണ്ടായെന്ന് വ്യക്തമാണ്. നിസ്സാരമായ ചില പ്രശ്നത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. എങ്കിലും ഈ ഒരു പ്രശ്നം ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് അതിന് പകര സംവിധാനം ഏർപ്പെടുത്താൻ സാധിച്ചില്ല? പകര സംവിധാനത്തിന് വീഴ്ച വന്നാൽ ഈ ആശുപത്രി ഇത്തരത്തിലൊരു ദുരിതത്തിലേക്ക് പോകുമെന്ന കാര്യം അധികൃതർക്ക് വ്യക്തമായിരുന്നു. അവിടെ വലിയ വീഴ്ച വന്നു എന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. എന്നാൽ കെഎസ്ഇബിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന നിലപാടിലാണ് വൈദ്യുതി വകുപ്പുള്ളത്. വൈദ്യുതി വകുപ്പ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി. വീഴ്ച ഒന്നുമില്ല, അത് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വീഴ്ച എന്നൊരു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ കുറ്റപ്പെടുത്തല്ല, സംഭവിച്ചതാണ്. അത് ആരുടെ തെറ്റ് എന്നുള്ളത് നാളെ ഒന്ന് അന്വേഷിക്കാം. PWD ആണ് അവരുടെ ജനറേറ്ററിൻ്റെ ഭാഗത്ത് നിന്നുള്ള സപ്ലൈ തകരാറായത്. അതെന്താണെന്നുള്ളത് പരിശോധിക്കണം. ഇന്നലെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവർ എന്നെ വിളിച്ചിട്ട് 2-3 പ്രാവശ്യം വിളിച്ചു. അവരിത് പറഞ്ഞപ്പോഴാണ് ഇടപെട്ടത്. ഞാൻ ഇടപെട്ടപ്പോൾ നമ്മുടെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും PWDക്കാരെ എല്ലാവരും കൂടി പോയി അവിടെ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി വിശദമായ അന്വേഷണം, അത് സാങ്കേതിക വിദഗ്ധരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ച കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായൊരു വ്യക്തത അധികൃതർക്ക് വന്നിട്ടില്ല. വലിയ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായത്. രോഗികളുടെ കൂട്ടിരിപ്പുകാരും നാട്ടുകാരും ഒക്കെ വലിയ പ്രതിഷേധവുമായി വന്നു. പിന്നീട് രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ അത് ഏറ്റെടുത്തു. ഇന്നും സമാനമായ പ്രതിഷേധങ്ങൾ ആശുപത്രിയിലുണ്ടായി. UDFന്റെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്.